അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോൻ്റെ തുടർച്ച തന്നെയാണ് കേട്ടോ. നമ്മൾ ടി വി യൂണിറ്റിൻ്റെ ഒരു ഭാഗം കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിത് ഫിനിഷ് ആയിട്ടാകുമ്പോൾ ഒരു വീഡിയോ കൂടി ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വന്നേന്നുള്ളൂ, വലിയ ലെങ്ത് ആക്കുന്നില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുമ്പോൾ ഉണ്ടാവുക. അല്ല നമ്മൾ കഴിഞ്ഞാൽ കാണിക്കാത്ത കാര്യം മാത്രം കാണിക്കുക. പ്രൈസൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, മെറ്റീരിയലിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, ഗ്യാരണ്ടി ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ വലിച്ചു നീട്ടുന്നില്ല, നിങ്ങൾ ആ ഭാഗം ഒന്ന് പോയി കണ്ടോ കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഒരു തേക്ക് ഫിനിഷുള്ള WPCയുടെ തന്നെ ലൂവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വരുന്ന സമയത്തേക്ക് നമ്മൾ കഴിഞ്ഞാൽ ആ ഒരു മാറ്റ് ഫിനിഷ് പോലെ കണ്ടിട്ടുണ്ടായിരുന്നു. കാരണം ഇതിൻ്റെ മുകളിൽ ഒരു ഫിലിം ഉണ്ടായിരുന്നു, അത് നമ്മൾ ഇളക്കി മാറ്റി ഇതിൻ്റെ മുകളിലുള്ളതും. പിന്നെ മുകളിൽ തേക്ക് ഫിനിഷിങ് പെയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. ആ തേക്ക് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല, ശരിക്കും മരത്തിനൊക്കെ ഇട്ട് സൂപ്പറായിട്ട് നമുക്ക് വരഞ്ഞെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ പുട്ടിയൊക്കെ ഇട്ട് വരുന്നതുകൊണ്ട് തന്നെ വേറെ അതിൻ്റെ മുകളിൽ വേറെ ഒന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. പിന്നെ താഴെ വരുന്ന സമയത്തേക്ക് ഈ ഒരു ഭാഗം നമ്മൾ തേക്ക് കൊടുത്തു. ഇവിടെ വരുമ്പോൾ ഗ്ലോസി PU പെയിൻറ്റാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഗ്ലാസ് കൊടുത്തിട്ടുണ്ടായില്ല, ആ ഒരു ഗ്ലാസ് കൂടി കൊടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ രണ്ട് ഭാഗത്തേക്ക് കൂടി ഫുൾ ആക്സസ് കിട്ടുന്ന രീതിയിൽ സെൻട്രൽ ഫ്രെയിം വരുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. കാരണം നമുക്കിത് വലിയ സംഭവം എന്തെങ്കിലും വെക്കണമെങ്കിൽ അത് വെക്കാനും പറ്റും. പിന്നെ മുകളിൽ ഇവിടെ ഒരു കേബിൾ ഓർഗനൈസർ ട്രിപ്പ് നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ കേബിൾ ഓർഗനൈസർ കൊടുക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈഫൈൻ്റെ റൂട്ടറോ കാര്യങ്ങളോ ഒന്നും വെക്കണമെങ്കിൽ അതും വെക്കാം. സൗണ്ട് ബാർ പോലത്തെ എന്തെങ്കിലും വെക്കണമെങ്കിൽ അത് വെക്കാനുള്ള കൂടി ഒരു ഓപ്ഷൻ കിട്ടുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. ഈ കാണുന്ന തേക്ക് കൊണ്ടുള്ള പാനലിംഗ് ഉണ്ട് നിങ്ങൾ. ഈ തേക്ക് എന്ന് പറയുന്നത് ശരിക്കും തേക്കല്ല കേട്ടോ, നമ്മൾ WPC കൊണ്ട് കഴിഞ്ഞാന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ മുന്നേ ഉള്ള വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ വേറെ തന്നെ ഒരു വീഡിയോ ഒക്കെ ഇത് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് കഴിഞ്ഞ വീഡിയോയിലുള്ള ചെറിയൊരു ഭാഗം ഞാൻ അതിൽ ഉൾപ്പെടുത്താം. ഈ ഇതൊക്കെ എടുക്കുന്ന സമയത്തേക്ക് എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. 12 mm WPC വെച്ചിട്ട് നമ്മൾ ചെയ്ത. പിന്നെ നമുക്ക് ഈ ലൂവർ വർക്കൊക്കെ ചെയ്യുന്ന സമയത്തേക്ക് ഈ സൈഡിലുള്ള വാളൊക്കെ ചിലപ്പോൾ അധിക സമയത്ത് പണി കിട്ടലുണ്ട്, ബെൻഡിൻ്റെ ഇഷ്യൂ കാരണം. ഇവിടെ നല്ല ഏകദേശം 1 ഇഞ്ചോളം പണി കിട്ടി. സെൻറ്ററിൽ മുട്ടി നിന്ന സമയത്തേക്ക് മുകളിൽ 1 ഇഞ്ച് ഗ്യാപ്പ്, താഴെ മുട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചെരിഞ്ഞ് കളിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു കട്ടിങ്ങും കൊടുത്ത് അങ്ങനെ ക്ലിയർ ആക്കിയത്. ബോർഡ് തയ്ച്ചു കഴിഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് പറഞ്ഞാൽ ബോർഡിൻ്റെ ആ ഒരു മൂല ചെറിയതായിട്ട് ഒരു കളർ എടുത്ത് കാണിക്കുക, അതുകൊണ്ട് അത് ബോർഡ് തയ്ച്ചിട്ടില്ല. പിന്നെ ഇത് ഫിറ്റ് ചെയ്യുന്ന സമയത്തേക്ക് നമ്മൾ നൈൽ ഫ്രീ ഗമ്മും അതിൻ്റെ കൂടെ തന്നെ ക്ലാമ്പും കൂടി വരുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ബെൻഡുള്ള സ്ഥലം അനുസരിച്ചിട്ട് ടച്ച് ആവുന്ന ഭാഗത്ത് ഒരു ക്ലാമ്പും, പിന്നെ അത് ഒടിഞ്ഞ് നിൽക്കാനുണ്ടെങ്കിൽ ചുമര് ബെൻഡുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്ത് 2 ക്ലാമ്പ്, ഒരു 3 ക്ലാമ്പൊക്കെ വരുന്ന രീതിയിൽ സെറ്റ് ചെയ്യുക. അങ്ങനെ ക്ലിപ്പ് മസ്റ്റായിട്ട് കൊടുക്കുക, പിന്നെ നൈൽ ഫ്രീയും കൂടി കൊടുക്കുക. ഈ താഴെ വരുന്ന ഭാഗങ്ങളൊക്കെ ഈർപ്പം എടുത്തിട്ട് നമ്മൾ ഈ കാപ്പിലറി റൈസ് വരിയൊക്കെ വന്നിട്ട് ഈർപ്പം എടുത്തിട്ട് അതിലൊക്കെ പോപ്പപ്പ് ആകുന്ന പോലത്തെ ഒരു ഇഷ്യൂ ഇതിന് വരലുണ്ട്. ചില സമയത്ത് ഓവർ ആണെങ്കിൽ നമ്മൾ ക്ലാമ്പ് വെച്ച് കഴിഞ്ഞാലും അത് ഇളകി വരാനുള്ള സാധ്യതയുണ്ട്. ഇതിപ്പോൾ പ്ലാസ്റ്റിക് കഴിഞ്ഞ ഉടനെ പ്രൈമർ അടിച്ച ഉടനെ ആയതുകൊണ്ട് വലിയ പ്രശ്നമില്ല. എങ്കിലും നമ്മളിപ്പോൾ പുട്ടിയൊക്കെ ഇട്ട വാളിലൊക്കെ ആണെങ്കിൽ നല്ല റഫാക്കിയിട്ട് മാത്രമേ ചെയ്യാൻ പറ്റൂ, അല്ലെങ്കിൽ ഇളകി വരാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ. ലൂവർ എന്ന് പറഞ്ഞാൽ ചില ആൾക്കാരെങ്കിൽ വിചാരിക്കുന്നത് ഇതൊരു പെയിൻറ്റ് പോലെ, അതല്ലെങ്കിൽ ഇതിൻ്റെ മുകളിൽ എന്തോ ഒരു പ്രിൻറ്റ് പോലെ ചെയ്യുന്നതെന്നുള്ളത്. ശരിക്കും അങ്ങനെയല്ല, അതിനെപ്പറ്റി വേറെ തന്നെ ഒരു വീഡിയോ ഞാൻ ചെയ്യാം. ലൂവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലുള്ള ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സൈഡ് ബോക്സ് കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ആ വീഡിയോ കൂടി ഞാൻ ഉൾപ്പെടുത്താം. ഗ്രീൻ കളറുള്ള 3 ലെയർ ബോർഡാന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ അകത്തുൾപ്പെടെ ഈ സൈഡും എല്ലാം ഇവിടെയൊക്കെ നമ്മൾ PU പൂട്ടിയിട്ടതിന് ശേഷം പ്രൈമർ കോട്ട് അടിച്ച് അതിൻ്റെ മുകളിൽ ഒരു ഫൈനൽ കോട്ട് അടിച്ച് അതിൻ്റെ മുകളിൽ ഗ്രെയിൻസ് വരഞ്ഞ് അതിൻ്റെ മുകളിൽ ക്ലിയർ കൂടി അടിച്ചിട്ട് മാറ്റ് ക്ലിയർ കൂടി അടിച്ചിട്ട് ഈ ഒരു ലുക്കിലാക്കി എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ടോട്ടൽ ലുക്ക് എങ്ങനെയുണ്ട്? അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളെ കോൺടാക്ട് ചെയ്യുക, സ്ക്രീനിൽ നമ്പർ ഓടിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഇന്നത്തെ വീഡിയോയിലുള്ളൂ കേട്ടോ, അധികം വലിച്ചു കിട്ടുന്നില്ല. പിന്നെ നമ്മൾ അടുത്ത കിച്ചണിൻ്റെ ഭാഗവും അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ കാണിക്കാമെന്ന് പറഞ്ഞത് വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം. അപ്പോൾ ഇത്രയും ഇന്നത്തെ വീഡിയോയിലുള്ള വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് അയച്ചോട്ടേക്ക്. വീഡിയോ വെച്ച് വേണ്ടി പുതിയ വിഷയം വേണ്ടി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സൈനിങ് ഔട്ട്.